ഉപരോധം കടുപ്പിച്ച് നിർത്തുമ്പോൾ എങ്ങനെയാണ് ചർച്ചയ്ക്കുള്ള അന്തരീക്ഷമുണ്ടാവുക? 2000-ഓളം കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ മുന്നോട്ട് വരുന്ന പേരുകൾ IRGC-യുമായി നേരിട്ട് ബന്ധമുള്ളവരുടെ പേരുകളല്ല. വിദേശകാര്യമന്ത്രി, അതുപോലെ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. മസൂദ് പസഷ്കിയാൻ പ്രസിഡന്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അധികം കേൾക്കുന്നില്ല. ഇറാന് നേരെയുള്ള ഹോർമോസ് ഉപരോധം അമേരിക്ക അവസാനിപ്പിച്ചാൽ ഉടനടി ഹോർമോസ് തുറക്കാം എന്ന ഒന്നാന്തര പ്രപ്പോസൽ മുന്നോട്ട് വരുമ്പോൾ അതിൽ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അമാന്തം തീരുമാനമെടുക്കാൻ ട്രംപിന് എന്താണ് ഈ അമാന്തം? എന്തിനാണ് ട്രംപ് പിടിവാശി കാട്ടുന്നത് എന്ന ന്യായമായ ചോദ്യമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയിരിക്കുകയാണ്. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ ഉപരോധിക്കുന്നത് US അവസാനിപ്പിച്ചാൽ ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നത് ഇറാനും പരിഗണിക്കും എന്നായിരുന്നു പ്രപ്പോസൽ. പക്ഷേ ഇത് ട്രംപിന് ഇഷ്ടമായില്ല എന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവ വിഷയത്തിൽ ഇറാൻ ഒന്നും മിണ്ടാത്തതാണോ ശരിക്കും ട്രംപിനെ ചൊടിപ്പിക്കുന്നത്? ഇനി US-ഉം ഇറാനും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ മങ്ങുകയാണോ? ന്യായമായ ചോദ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ അത് മങ്ങിയിട്ടുണ്ടോ, അതോ അത് പുനരാരംഭിക്കാൻ ചില ചെറിയ സാങ്കേതിക വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ? ഇവിടെ ഉരുത്തിരിയുന്ന ഒരു പൊതുവികാരം, ഉപരോധം കടുപ്പിച്ച് നിർത്തുമ്പോൾ എങ്ങനെയാണ് ചർച്ചയ്ക്കുള്ള അന്തരീക്ഷമുണ്ടാവുക? ഇപ്പം ഇറാൻ പറയുന്ന സിംഗിൾ പോയിന്റ് പ്രോഗ്രാമുണ്ട്. തങ്ങൾക്കെതിരെയുള്ള നാവിക ഉപരോധം അവസാനിപ്പിക്കുക. ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടച്ചു എന്നാണല്ലോ നിങ്ങളുടെ പരിഭവം, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം ഒരു ദുഃഖം അതാണല്ലോ. അത് ഞങ്ങൾ അടച്ചത് നിലനിൽപ്പിന് വേണ്ടിയാണ്. തങ്ങൾക്കെതിരെ പൂർണ്ണമായ നാവിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഇതല്ലാതെ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വൺ പ്രീ റിക്വസിറ്റ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉപരോധമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇറാൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഹോർമൂസിലോ ഉപരോധമില്ലായിരുന്നു. ഇറാനെതിരെ ജനറൽ ഉപരോധം ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. ഇറാൻ പറയുന്നു തങ്ങൾക്കെതിരെ ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുക. അപ്പോൾ തങ്ങൾ പൂർണ്ണമായി ഹോർമൂസ് കടലിടുക്ക് തുറക്കാം. അതാണ് സ്റ്റേജ് ആൻഡ് സ്റ്റെപ്പ് നമ്പർ 1. അതിനുശേഷം കാതലായ വിഷയമായ ആണവ വിഷയം നമുക്ക് സംസാരിക്കാം. മുൻപ് ആണവ വിഷയം സംസാരിച്ചപ്പോൾ ഹോർമോസ് അടച്ചിട്ടതല്ലല്ലോ. 2025 ആണവ വിഷയം സംസാരിച്ചു. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആണവ വിഷയം സംസാരിച്ചിരുന്നു. എത്ര റൗണ്ടുകൾ ചർച്ചകളാണ്? 4 റൗണ്ട് ചർച്ച നടന്നില്ലേ? ആദ്യം 5 റൗണ്ട് ചർച്ച നടന്നു 2025. 3 റൗണ്ട് ചർച്ചകൾ സാമാന്യ വിജയകരമായി നടന്നു 2026 ജനുവരി ഫെബ്രുവരിയിൽ. ഫെബ്രുവരി 28-ാം തീയതി അമേരിക്ക ഇസ്രായേലും ഏകപക്ഷീയമായി ഇറാനെതിരെ യുദ്ധം ചെയ്തപ്പോൾ സ്ഥിതിഗതികൾ മാറി. അത് സ്ഥിതിഗതികൾ മാറുന്നതിന് മുൻപുള്ള അവസ്ഥയിലേക്ക് വരിക എന്ന ഒരു ഡിമാൻഡാണ് ഇറാൻ വെച്ചത്. ഈ ഡിമാൻഡ് എന്നുള്ള നിലയിലല്ല, അവരുടെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത പാകിസ്ഥാനുമായി പങ്കുവച്ചു. പാകിസ്ഥാൻ കൃത്യമായി അത് അമേരിക്കയ്ക്ക് ആ ഒരു നിർദ്ദേശം, അബ്ബാസ് അരാക്ചി മുന്നോട്ട് വെച്ച ആ ഒരു പ്രപ്പോസൽ പറഞ്ഞതിങ്ങനെ എന്തോ ഓഫറാണ്. ഇറാനൊരു ഓഫർ കൊടുക്കുകയാണ്. തങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധം പിൻവലിച്ചാൽ തങ്ങൾ ഹോർമോസ് പൂർണ്ണമായി തുറന്നു തരാം. പൂർണ്ണമായി ഒന്ന് തുറന്നു കൊടുത്തതാണ് എന്ന് ഓർക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുമല്ലോ, ഏതാനും 2 ആഴ്ച മുൻപ് ഹോർമൂസ് പൂർണ്ണമായി ഇറാൻ തുറന്നതാണ്. തുറന്നു കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഇറാനെതിരെ നാവിക ഉപരോധം കൂടുതലായി പ്രഖ്യാപിക്കുന്നത്. 2ാം ലെവൽ നാവിക ഉപരോധം, ജനറൽ ഉപരോധം മാത്രമല്ല, നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഒരൊറ്റ ഇറാൻ ബന്ധമുള്ള കപ്പലും അകത്തേക്കോ പുറത്തേക്കോ പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇറാനും തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ആരുടെയും കപ്പലുകൾ പോകേണ്ട. അങ്ങനെയാണ് കപ്പലുകൾ ഏതാണ്ട് ഇപ്പോൾ വലിയ നമ്പർ കപ്പലുകൾ, 2000-ഓളം കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പം എത്രയോ കപ്പൽ ജീവനക്കാർ, 20,000-ൽ പരം കപ്പൽ ജീവനക്കാർ ആ പ്രദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ വലിയ നമ്പർ ഒരു ആളുകളാണ്. അപ്പോൾ പേർഷ്യൻ ഗൾഫിൽ നിന്ന് എണ്ണ എടുക്കാൻ വന്നത്, ചരക്ക് ഇറക്കിയിട്ട് തിരിച്ചു പോകാൻ കിടക്കുന്നത്, അങ്ങനെയുള്ള കപ്പലുകളാണ്. അവിടെ ഇന്ത്യൻ ബന്ധമുള്ള 13 കപ്പലുകൾ, ഇന്ത്യൻ പതാക വഹിക്കുന്ന 12 കപ്പലുകളും ഇന്ത്യ ഓൺ ചെയ്യുന്ന 1 കപ്പലും, അങ്ങനെ 13 കപ്പലുകളുണ്ട്. സംഘർഷം തുടങ്ങിയ സമയത്ത് 21-22 കപ്പലുകൾ ഉണ്ടായിരുന്നു. ഏതാനും കപ്പലുകൾക്ക് ഈ സംഘർഷത്തിൻ്റെ ഇടയിൽ ഇറാൻ്റെ അനുമതിയോടുകൂടി പുറത്തേക്ക് പോകാൻ, എണ്ണയുമായി തന്നെ ഓയിൽ ടാങ്കറുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു. വ്യാപകമൊന്നും ആയിരുന്നില്ല, അതൊരു ചെറിയ സിംബോളിക് ജസ്റ്ററായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല,
പൂർണ്ണമായ ബ്ലോക്കേഡിലാണ്. അമേരിക്കൻ ബ്ലോക്കേഡ് ആൻഡ് ഇറാനിയൻ ബ്ലോക്കേഡ് കൺവേർജ് ഇൻ ഹോർമൂസ്. ഇത് മാറിയേ പറ്റൂ. ലോകം ആഗ്രഹിക്കുന്നത്, ലോകം ഡിമാൻഡ് ചെയ്യുന്നത് ഹോർമൂസിൻ്റെ ഉപരോധം ഉടനടി മാറുക. സിമ്പിൾ ഒരു സൊല്യൂഷനാണ്. അമേരിക്ക ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അവസാനിപ്പിച്ചാൽ മതിയാകും. ഇറാൻ തുറക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആ ഒരു ജസ്റ്റർ എന്തുകൊണ്ട് അമേരിക്ക കാട്ടുന്നില്ല എന്നതാണ്. അപ്പം ഈ പ്രപ്പോസലുമായി ട്രംപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദൂതൻ. അപ്പോൾ ട്രംപ് പറയുന്നു സാധ്യമല്ല. അപ്പം ട്രംപ് ഒരു കടുംപിടുത്തമാണ്. അമേരിക്കയുടെ മൊത്തം തീരുമാനം എന്ന് പറയാനാവില്ല. ഇപ്പോൾ അത് വൈറ്റ് ഹൗസിൽ നിരന്തരമായി ചർച്ചകളിലാണ്. ഒരുപക്ഷെ JD വാൻസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പങ്കെടുക്കുന്നുണ്ടാവാം. ഔപചാരികവും അനൗപചാരികവുമായ പല ലെവലിലുള്ള ചർച്ചകളുണ്ട്. ഇപ്പോൾ പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് എന്ന് പറയാം. അത് മാറി മറിഞ്ഞുമാണ്. ഇത് യുദ്ധമാണ്, യുദ്ധസമാനമായ സാഹചര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് വള്ളംകളി മത്സരമല്ല എന്ന് പ്രേക്ഷകരെ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ഇതാ ഒരു ഭാഗം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ തക്ക ഒരു കമൻ്ററി അല്ല ഇത്. യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പന്തുകൾ കളം മാറി കളിക്കാൻ പരുവത്തിനുണ്ട്. ഇപ്പോൾ പന്ത് ഈ നിമിഷം, നിങ്ങളോട് പറയുന്ന നിമിഷം, അടുത്ത നിമിഷം ഒന്ന് മാറാം. അമേരിക്കയുടെ കോർട്ടിലാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ കോർട്ടിലാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം, ഈ കാര്യത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തിൽ അമേരിക്ക എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഉപരോധം തുടരുന്നു എങ്കിൽ ഇറാൻ തെളിപ്പിച്ചു പറഞ്ഞു തങ്ങൾ ചർച്ചയ്ക്കില്ല. ചർച്ചയിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ചർച്ചയിൽ ഓർഡർ പ്രയോറിറ്റി അനുസരിച്ച് പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് തന്നെ മുന്നോട്ട് വെച്ച, അമേരിക്ക മുന്നോട്ട് വെച്ച യുദ്ധത്തിന് കാരണമായി പറയുന്ന ഇറാൻ്റെ ആണവവൽക്കരണമാണ്. അത് വിഷയമാണ്. അല്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല, അത് വിഷയമാണ്. ആ വിഷയം രമ്യമായി പരിഹരിക്കണം. ഇറാന് ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതേസമയം മേഖലാ സുരക്ഷിതത്വം അട്ടിമറിക്കുന്ന രീതിയിൽ ആണവായുധങ്ങൾ ഒരു ഭീഷണിയായി ഇസ്രായേലിനാകട്ടെ ഗൾഫ് രാജ്യങ്ങൾക്കാകട്ടെ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത് ന്യായവുമല്ല. പിന്നെ അപ്പോൾ തന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ സുരക്ഷിതമാണ്, എന്തുകൊണ്ട് ഇറാൻ്റെ കയ്യിലെ ആണവായുധങ്ങൾ സുരക്ഷിതമല്ല? അവിടെ കൃത്യമായൊരു ഉത്തരം പറയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇറാൻ്റെ ഉള്ളിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ആര്? ഇതാണ്. ഇസ്രായേൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സുണ്ട്, ഒരു കൺട്രോൾ സിസ്റ്റമുണ്ട്. ഇസ്രായേൽ കാണിക്കുന്നത് ഭൂലോക മോശം കാര്യങ്ങളായിരിക്കാം, കടന്നുകയറ്റങ്ങൾ നടത്തുന്നു, ഭൂമി പിടിച്ചെടുക്കുന്നു. പക്ഷേ നിരന്തരം ആഭ്യന്തരമായി ഒരു തിരുത്തൽ ശക്തി ഉണ്ട്. അത് അമേരിക്കയ്ക്കുമുണ്ട്, ഇസ്രായേലുമുണ്ട്. ഇറാനിൽ ആരാണ് ഹെൽം ഓഫ് അഫയേഴ്സ് എന്നത് ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. അയത്തുള്ള അലി ഖൊമേനി പോയി മറഞ്ഞു കഴിഞ്ഞു. മകനായ മുജ്തബ ഖൊമേനി ഇപ്പോൾ പരമോന്നത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണോ പൂർണ്ണ നിയന്ത്രണം? IRGCയുടെ ലെവൽ ഓഫ് ഇൻവോൾവ്മെൻ്റ് എന്താണ്? ഇപ്പോൾ ഡി ഫാക്ടോ IRGCയുടെ ഘടകങ്ങളാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഇംപ്രഷനാണ് വരുന്നത്. അപ്പോൾ IRGCയുടെ നേതൃത്വവുമായി ഏത് രീതിയിലാണ് നേരിട്ട് ചർച്ച നടത്തുക? ഇപ്പോൾ മുന്നോട്ട് വരുന്ന പേരുകൾ IRGCയുമായി നേരിട്ട് ബന്ധമുള്ളവരുടെ പേരുകളല്ല. വിദേശകാര്യമന്ത്രി, അതുപോലെ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. മസൂദ് പസഷ്കിയാൻ പ്രസിഡന്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അധികം കേൾക്കുന്നില്ല. ഇപ്പം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയാണ് നിരന്തരം സഞ്ചരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കൂടുതൽ കേട്ട പേര് ഗലിബാഫിൻ്റെ പേരാണ്, അതായത് പാർലമെൻറ്റായ മജ്ലിസിൻ്റെ സ്പീക്കർ. അപ്പം ഇവരൊക്കെ തീരുമാനിച്ചാൽ അത് തീരുമാനമാവുമോ? മസൂദ് പസഷ്കിയാൻ പലപ്പോഴും പറയുന്ന പ്രസ്താവനകളെ IRGC നിരാകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ തങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല, അറബ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തി തെറ്റിപ്പോയി മാപ്പ് എന്നൊക്കെ പറഞ്ഞത് ഉടനടി തന്നെ IRGC അത് തിരുത്തിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആരോടാണ് സംസാരിക്കേണ്ടത്? ഇറാനിലെ ആരോടാണ് സംസാരിക്കേണ്ടത് എന്ന ന്യായമായ വിഷയവുമുണ്ട്. അതുകൊണ്ട് ആണവ വിഷയം സംസാരിക്കുമ്പോൾ ഓൺലി എ റെസ്പോൺസിബിൾ പവർ ഹൂ ഈസ് ആക്ച്വലി ഇൻ കമാൻഡ് ക്യാൻ ടോക്ക്. അതാര് എന്നതിനെക്കുറിച്ച് ഒരു ന്യായമായ ഒരു സംശയം അമേരിക്കയ്ക്കുണ്ട്, ഇസ്രായേലിനുണ്ട്, അറബ് രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാവാം അത് കുറച്ചുകൂടി കൃത്യമായി ഇറാൻ എന്ന ജനതയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സായി ഇപ്പോൾ പെരുമാറുന്ന IRGCയും വ്യക്തമായി പറയണം, ഇന്ന കാര്യങ്ങളിൽ തങ്ങൾ ഉറപ്പ് നൽകിയാൽ അതവിടെ പാലിക്കപ്പെടും. ഇതുവരെ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇറാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കുറ്റം പറയാനാവില്ല. ഇറാൻ്റെ ഉറപ്പുകൾ എന്നുള്ളതല്ല, ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ അതവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കില്ല എന്ന ധാരണയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മുന്നോട്ട് പോയത്. തങ്ങൾ ഉപരോധം പിൻവലിക്കുമെന്ന് പറഞ്ഞു, ഹോർമൂസിൽ ഉപരോധം പിൻവലിച്ചു. ഇറാൻ ഒരു ദിവസത്തേക്ക് 24 മണിക്കൂറത്തേക്ക് കപ്പലുകൾ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമേരിക്ക കടുപ്പിച്ചതും ഇറാൻ തിരിഞ്ഞു നിന്നും അപ്പോഴാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളൊന്ന്
റിവേർട്ട് ചെയ്യാൻ സാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ചർച്ചകൾ ഒരുപക്ഷെ അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറാണ്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കുറേയൊക്കെ ഏത് രാജ്യത്തിനും അവകാശപ്പെട്ടതല്ലേ. ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് പത്തായത്തിൽ വെച്ചേക്കാൻ പറഞ്ഞാൽ ഈ പുലിയുടെ നഖം അറുത്ത് മാറ്റുന്നത് പോലെയല്ലേ, സിംഹത്തിൻ്റെ പല്ലുകൾ പിഴുതു മാറ്റുന്നത് പോലെയല്ലേ, എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അല്ലെങ്കിൽ ആഭ്യന്തരമായി തന്നെ എന്തെങ്കിലും അടിച്ചമർത്തലുകൾ വേണ്ടി വന്നാൽ ഒരു സേനയില്ലാതെ ആയുധങ്ങളില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതൊരു രാജ്യത്തിന് ന്യായമായ അവകാശമാണ്. ഒഫൻസീവ് കേപ്പബിലിറ്റിക്ക് വേണ്ടി അല്ല, ഡിഫെൻസീവ് കേപ്പബിലിറ്റി എന്ന നിലയിൽ മിസൈലുകൾ കൈവശം വെക്കാൻ അവകാശമുണ്ട്. അതൊക്കെ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ആത്യന്തികമായി അംഗീകരിക്കേണ്ടി വരും. ഇറാൻ ഉറപ്പായി പ്രോക്സികളെ സഹായിക്കുന്നത് നിർത്തും, കുറച്ചുകൊണ്ടുവരും, അല്ലെങ്കിൽ പ്രോക്സികളെ ഫണ്ട് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യും. ഇതൊക്കെ ഉറപ്പുകൾ കൊടുക്കേണ്ടി വരും, പാലിക്കുകയും ചെയ്യേണ്ടി വരും. അതൊക്കെ പിന്നീട് നടക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം വന്നിരിക്കുന്നത് ഹോർമൂസിലുള്ള അമേരിക്കൻ ഉപരോധം, ഇറാന് നേരെയുള്ള ഹോർമൂസ് ഉപരോധം അമേരിക്ക അവസാനിപ്പിച്ചാൽ ഉടനടി ഹോർമൂസ് തുറക്കാം എന്ന ഒന്നാന്തര പ്രപ്പോസൽ മുന്നോട്ട് വരുമ്പോൾ അതിൽ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അമാന്തം തീരുമാനമെടുക്കാൻ ട്രംപിന് എന്താണ് ഈ അമാന്തം? എന്തിനാണ് ട്രംപ് പിടിവാശി കാട്ടുന്നത് എന്ന ന്യായമായ ചോദ്യമുണ്ട്.